സഹോദരങ്ങളെ, എന്തോ പ്രതീക്ഷിതമായിട്ടായിരുന്നു എന്റെ ജീവിതത്തിൽ നടന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിഷയം പലരും മണ്ടനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏറ്റവും സ്ഥലം അത് എനിക്ക് സർപ്രൈസ് ആയി. ഈ കണ്ണിന് എനിക്ക് വെള്ളം വന്നു, മഴ കാരണം കാണത്തില്ല. വേണ്ട, ഒരുപാട് നന്ദി. ഞങ്ങളിതാ പോകുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? നമ്മളെന്നാ എങ്ങോട്ടാ പോകുന്നേ? തിരുവനന്തപുരം. തിരുവനന്തപുരമാണോ? വാഗോണ്ട് പോയാലോ? വാഗോണ്ട് കേറിട്ട് നമുക്ക് തിരുവനന്തപുരം പോവാം. വാഗോണ്ട് പോയിട്ട് നമുക്ക് തിരുവനന്തപുരം പോവാം. തിരുവനന്തപുരം പോകാം. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്നെ ജെയിംസ് കുട്ടിക്ക് ഒരു സർപ്രൈസ് ആയ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് നടത്താനാണ്. അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. നമ്മുടെ കൂട്ടുകാരി റൈസയുടെ ബർത്ത്ഡേ അന്ന് പറഞ്ഞാണ് അവനെ വിളിച്ചത്. സർപ്രൈസ് ആയിട്ട് പാർട്ടി പ്ലാൻ ചെയ്യുമെന്നൊക്കെയാണ് ജെയിംസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവനെന്തായാലും അത് വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അവനെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. എന്താ ഇത് പിടിച്ചേ തുറക്കടാ പൊട്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ബർത്ത്ഡേ ടു യു. അതല്ലടാ പൊട്ട ഞാൻ പറഞ്ഞേ. ഞാൻ ചേച്ചി സർപ്രൈസ് ചെയ്യാൻ കേക്ക് ഇനി പൊട്ടിക്കണ്ട, എടുത്ത് പള്ളേക്കടാ, എടുത്ത് വെച്ച് മുറിക്കടാ. പലതരം ഇതെന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജെയിംസ് ഒട്ടേ അച്ഛനെ, നമ്മുടെ ജെയിംസ് കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. ഒരു മാസമായി അതായത് അഡേ. നീ ഇത് പ്രതീക്ഷയായിരുന്നോ മകളെ? അല്ല പുള്ളി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞപ്പോ നോക്കുക ചേച്ചിനെ നോക്കുന്നതൊക്കെ ചെല്ലല്ലതൊക്കെ. നീ പിന്നെ എന്റെ അടുക്ക് വരുന്നത്, ഞാനാണ് അതിന്റെ ഇടയ്ക്ക് ആ കേക്ക് മുറിക്കുന്നൊക്കെ ഞാൻ വീട്ടായിട്ട് പൊട്ടനാണ്. പുള്ളി കേക്ക് പൊക്കി പിടിച്ചോളൂ. അതെ, ഞാൻ പൊട്ടനാണോ? അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പൊട്ടനല്ലാതെ? തല തുണി ഇടണമെന്നുണ്ട്. പക്ഷെ അതിനെ വർത്താനം എനിക്കും പനിയൊക്കെ ഉണ്ട്. അതന്നെ എന്റെ ആരല്ല നോക്കാത്തതൊക്കെ, എന്റെ ആരല്ല മൈൻഡ് ചെയ്യാത്ത. ജെയിംസുട്ടി മച്ചാലെ എങ്ങനെയുണ്ട്? വളരെ സഡൻ സർപ്രൈസ് ആയിരുന്നു. സഡൻ സർപ്രൈസ്. ഞങ്ങള് 2 ദിവസം പ്ലാൻ ചെയ്യുമായിരുന്നു. കണ്ണുനീര് വരുന്നുണ്ട്. മഴ കാരണം കാണത്തില്ലതല്ലേ. അവിടെ കേക്ക് തീർക്കടാ, കേക്ക് തീർക്ക്. ഇത് കേക്ക് ഇത് ഏത് കേക്കടാ ബീത്തെ കഞ്ഞാർ? ഇത് ഏത് കേക്കാ മേടിച്ചേ? കേക്കിന്റെ പേരെന്നാ? ഓക്കെ, റെഡ് വെൽവെറ്റ് ആണ് മേടിച്ചത്. നൈസാണ്, കൊള്ളാം. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവുകയാണ്. ഇൻസ്റ്റയിലെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് കുറേ ആയി. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തു. നല്ല മഴയായിരുന്നു പെയ്തത്. ഹെവി റെയിൻ, വീണ്ടും മഴയത്താണ് അതുകൊണ്ട് എല്ലാവരും മഴയത്ത് നനഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. എന്റെ മോനെ, മഴയാണ്, ഹെവി റെയിൻ ആണ്. പെട്ടെന്ന് ഇവിടെ നല്ല മഴയാണ്, നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. കിട്ടില്ല മഴയാണ്. ഞാനത് അല്ലെങ്കിൽ എവിടെ പോയി ഇരിക്കുന്നത്? ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉള്ളവരോടും ഇല്ല. ശരിയല്ലേ? മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശോകമാണ്. പിന്നെ ഞങ്ങള് വാഗമൺ മൊത്തം ഒന്ന് കറങ്ങി. എല്ലായിടത്തും നല്ല മഴയായിരുന്നു. കുറച്ച് സീനറീസ് ഒക്കെ വണ്ടിയിലിരുന്ന് തന്നെ ഷൂട്ട് ചെയ്തു.
പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് പുള്ളിക്കാനത്ത് ഇറങ്ങി. പുള്ളിക്കാനത്ത് ഒരു നല്ല ഇരിക്കാൻ പാകത്തിനൊരു സ്ഥലമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബീത്തേട്ടയ്ക്ക് അത് അറിയാമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കയറി പോകാനൊക്കെ ഇച്ചിരി ടാസ്ക്കുള്ള വഴിയൊക്കെയാണ്, തെന്നലും വഴിക്കലൊക്കെ ആയിരുന്നു. ഞങ്ങൾ നൈസായിട്ട് അവിടെ ചെന്നു. കൊള്ളായിരുന്നു. അവരവിടെ നിൽക്കണാണ് കാണിക്കണ ചെറിയ പൊളി. അതന്നെ ചെറിയ പൊളി. വന്നിരിക്കാനൊക്കെ ഒരു വൈബ് ഏരിയയാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നൈസാണ്. പിന്നെ ഇതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർ വന്നിട്ടേ കാര്യമുള്ളൂ. ചുമ്മാ ഈ വഴി പോയി ചുമ്മാ കയറി കണ്ടു അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇതൊന്നും കിട്ടിയല്ല. എന്നാലും കുഴപ്പമില്ല. കാറ്റാണ് വിഷയം. കാറ്റ് നല്ല വിഷയമാണ് അച്ചാമര. അച്ചാരെ ഇതെങ്ങനെയുണ്ട്? ഈ ഏരിയ എങ്ങനെയുണ്ട്? നൈസ് പ്ലേസ് അല്ലേ? ചൂടത്തിരുന്നവർക്ക് കുറച്ചു നേരം കാറ്റ് വന്ന് നല്ല രീതിക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തലയൊക്കെ കുരുക്കാൻ തുടങ്ങും തണുപ്പടിച്ചിട്ട്. അങ്ങനെ കുഴപ്പമുണ്ട്. അത് പറ്റുന്നവര് വന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇതാണ് നൈസ് പ്ലേസ് ആണ്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ചെയ്യാനുണ്ട്. മഞ്ഞ് കണ്ടോ, വണ്ടി താഴെ കൂടെ പോണത് കണ്ടോ, വണ്ടി താഴെ കൂടെ പോകും. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. മഴ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതാ നമ്മളിപ്പോ കാഞ്ഞാറാണ്. കാഞ്ഞാറ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. കാഞ്ഞാറിൽ നമ്മളെ ബീജത്തിന്റെ വീട്ടിലേക്ക് പോകണം. ട്രിപ്പൊക്കെ അവസാനിച്ചത് ഇപ്പൊ പോവുകയാണ്. തിരിച്ചെല്ലാരും വീട്ടിൽ പോവുകയാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.